എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും കിട്ടും ഹബീബായ തങ്ങളെ സ്നേഹിച്ചാൽ. ആരാ പറയുന്നത്? ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു പറയാൻ, വെറുതെ പറയല്ല, മൂപ്പർക്ക് കിട്ടിയതുകൊണ്ട് പറയാൻ. ഉമറുൽ ഖാദി തങ്ങളെ വലിയ ആഗ്രഹമാണ് മദീനത്തെ ഖബർ ഷരീഫിന്റെ തൊട്ടടുത്ത് പോകണം. ആ ഖബറിന്റെ ഗേറ്റ് തുറന്നിട്ട് ഉള്ളിലേക്ക് പോകണം. രാജകുടുംബത്തോട് പറഞ്ഞു, ഭരണാധികാരികളോട് പറഞ്ഞു, സൗദി അറേബ്യയിലെ കാവൽക്കാരോട് പറഞ്ഞു, എനിക്ക് ആ ഗേറ്റ് ഒന്ന് തുറന്നു തരുമോ? അവര് പറഞ്ഞു, ഇല്ല, തുറക്കാൻ പറ്റൂല. മദീനത്ത് എന്നിട്ട് ആ ആഗ്രഹം ബാക്കിയാക്കി പോരാൻ ഉമറുൽ ഖാദി തങ്ങളെ മനസ്സനുവദിച്ചില്ല. തങ്ങൾ അവിടുന്ന് മുത്തുനബിയെ നേരിട്ട് വിളിച്ചോ, സിദ്ദീഖുൽ അക്ബർ വിളിച്ചതുപോലെ, ഖിയാമത്ത് നാൾ എടുക്കുമ്പോ ഈസ നബി അലൈഹിസ്സലാം എന്ന് വിളിക്കുന്നത് പോലെ പൂർവികരായ സകല മഹാന്മാരും ഖബർ ഷരീഫിന്റെ ചാരത്ത് നിന്ന് തങ്ങളെ വിളിച്ചതുപോലെ മഹാനായ സയ്യിദുനാ ഉമറുൽ ഖാദി തങ്ങൾ ഈ കേരളത്തിൽ നിന്ന് പോയിട്ട് വിളിച്ചു, യാ അക്റമൽ ഖുറമാ അലാ താബികും ഉമറുൽ ഫഖീറുൽ മുർതജി ലി ജനാബികും യർജുൽ അതാ അലൽ ബുകാഇ ബിബാബികും വദ്ദമു മിൻ ഐനൈനി സാല സജിമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഇതങ്ങ് വിളിച്ചു മുത്തുനബിയോട് നേരിട്ട് തന്റെ ആവശ്യം പറഞ്ഞപ്പോ അതാ പരിശുദ്ധമായ ഖബർ ഷരീഫിന്റെ ഗേറ്റ് ഓട്ടോമാറ്റിക്കായി തുറക്കപ്പെട്ടു. ആ ഖബറിങ്കലേക്ക് ഉമറുൽ ഖാദി തങ്ങൾ കടന്നു ചെന്നു. അത് ബോധ്യപ്പെട്ടിട്ടാണ് മഹാനവറുകൾ പറയുന്നത്, ഹുബ്ബുൻ നബിയ്യി വ മദ്ഹുഹു ഖൈറുൽ അമൽ ഫഅസല്ലിലാഹു ബിഹി യുബല്ലിഗുൽ അമൽ. എന്ത് ആശ വെച്ചോ നിങ്ങൾക്ക് മുത്തുനബിയോട് സ്നേഹമുണ്ടോ അത് കിട്ടും. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. എത്ര മഹാന്മാരാണ് അവരുടെ ജീവിതം മുഴുവനും മദീനയൊന്ന് കാണാൻ വേണ്ടി, ആരംഭ റസൂലുള്ളാഹി തങ്ങളെ ചാരത്തൊന്ന് എത്താൻ വേണ്ടിയിട്ട് ആശ വെച്ചത്. മഹാന്മാരായ എത്ര ഔലിയാക്കളെ ചരിത്രമുണ്ട്. അവരെ ജീവിതം മുഴുവനും, അവരെ ജീവിതത്തിലെ ആശ മുഴുവനും ഒന്ന് മദീനയിലെത്തലാണ്, മുത്തുനബി തങ്ങളെ ഒന്ന് കാണലാൻ, തങ്ങളൊന്ന് സലാം മടക്കലാൻ. മഹാനായ അനസ് ബിൻ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ഇമാമുൽ മദീന, എന്തെല്ലാം ദീനീ ദഅവത്തുകൾ നടത്താനുണ്ട്, എന്തൊക്കെ പ്രബോധനങ്ങൾ നടത്താനുണ്ട്, ഏതെല്ലാം രാഷ്ട്രങ്ങൾ സന്ദർശിക്കാൻ അവസരമുണ്ട്, എവിടെയും പോയില്ല. എനിക്ക് മദീന വിട്ടെവിടെയും പോകാൻ താല്പര്യമില്ല. കാരണം മദീന ഏറ്റവും ഖൈറായ മണ്ണാണ്. ആ മദീനത്ത് കിടന്ന് മരിക്കലാണ് എൻ്റെ ആഗ്രഹം. പരിശുദ്ധമായ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു റോമ സാമ്രാജ്യത്തിൽ വെച്ച് യുദ്ധം ചെയ്തിട്ട് മഹാനവറുകൾക്കൊരു പ്രയാസം നേരിട്ടപ്പോ, മാരകമായൊരു മുറിവ് പറ്റിയപ്പോ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയണത്, എന്നെ എത്രയും പെട്ടെന്ന് മദീനത്ത് കൊണ്ടുപോകണം, മുത്തുനബിയുടെ ചാരത്ത് കൊണ്ടുപോകണം, എനിക്ക് മദീനത്ത് കിടന്ന് മരിക്കണം, ഹബീബിന്റെ കാൽച്ചുവട്ടിൽ ഖബർ വേണം. ജീവിതത്തിൽ എന്തൊക്കെ പറയാനുണ്ട്. ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഏറ്റവും വലിയ ആഗ്രഹം മുത്തുനബിയുടെ ചാരത്തൊരു ഖബറാണ്. അതാഗ്രഹിച്ചുകൊണ്ട് ജീവിച്ചു മഹാന്മാർ. അള്ളാഹു ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഖുതുബുൽ ആലമിന്റെ ബറക്കത്ത് കൊണ്ട് ഹബീബായ മുത്തുനബിയുടെ ചാരത്തൊരു ഖബർ നമുക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. ചോദിക്കാൻ നമുക്കൊരർഹതയുമില്ല, പക്ഷേ അള്ളാഹു വിശാലതയുള്ളവനാണ്. ആ ഹബീബിനെ സ്നേഹിച്ച ആ മഹബ്ബത്തിന്റെ കാഠിന്യം കൊണ്ട് അത് നേടിയെടുത്ത മഹാന്മാരുണ്ട്. അവരെയൊക്കെ സ്നേഹിച്ച ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് ആ ചാരത്തൊരു മണ്ണ് തരുമാറാകട്ടെ. അവിടെ കിടന്ന് മരിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാളും വലിയൊരു ഭാഗ്യമില്ല. നിങ്ങൾക്കാർക്കെങ്കിലും മദീനത്ത് മരിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം. നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നത് ദുആയാണ്. അള്ളാഹുവേ, ഞങ്ങളെ മദീനത്ത് മരിപ്പിക്കണേ അല്ലാ. മദീനത്ത് മരിക്കുന്നവർക്ക് ഞാൻ ഷാഫിയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു നാടിന് പോലും ഇത്രയേറെ പവർ, ഒരു മണ്ണിന് പോലും ഇത്രയേറെ പവർ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവർ എത്രയാണ്, ആ മുത്തുനബിയുടെ മഹത്വം എത്രയാണ്. ആ ഹബീബിനൊരു സ്വലാത്ത് ചൊല്ലിയാൽ നമ്മുടെ ദറജയൊന്ന് ഉയരുകയാണ്. ആ ഹബീബിനൊന്ന് മദ്ഹ് പറഞ്ഞാൽ നമ്മുടെ സ്ഥാനം ഉയരുകയാണ്. അങ്ങനെ ഉയർന്നവരാണ് എല്ലാ ഔലിയാക്കളും, എല്ലാ മഹാന്മാരും.